السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഖുത്ബയിൽ നാം കേൾക്കുകയുണ്ടായത് നമ്മുടെ ഈയൊരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയും മഹത്വവും ഈ ദിവസം നാം ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ മര്യാദകളെക്കുറിച്ചാണ്. പലപ്പോഴും വെള്ളിയാഴ്ച എന്നുള്ളത് ഒരു മഹത്വമുള്ള ദിവസമായി നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു ദിവസത്തിൻ്റെ പരിപൂർണമായ ശ്രേഷ്ഠതയും അള്ളാഹു ആ ദിവസം നമുക്കൊരുക്കി വെച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും ആ ദിവസം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കൂലികളെക്കുറിച്ചുമൊക്കെ നാം പലപ്പോഴും അശ്രദ്ധയിലാവാറുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും ഉണർത്തലുകളുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നത്. ആദ്യമായി തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുപോലെ എല്ലാ ഉമ്മത്തിനും, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിനും ഈസാ അലിഹിസ്സലാമിൻ്റെ ഉമ്മത്തിനും അള്ളാഹു വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ഇത്തരത്തിൽ പ്രത്യേകമാക്കിയ ദിവസമായിരുന്നു. പക്ഷേ അവരൊക്കെ ആ ദിവസത്തെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. യഹൂദികൾ അവർ അതിനെ ശനിയാഴ്ചയാക്കി മാറ്റി, നസാറാക്കൾ അവരതിനെ ഞായറാഴ്ചയാക്കി മാറ്റി. അത് പ്രവാചകൻ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഹ്നുൽ ആഖറൂൻ, ഉമ്മത്തിനെ ഇങ്ങനെ കണക്കെടുത്തു നോക്കിയാൽ ഏറ്റവും അവസാനം വരുന്ന ഉമ്മത്ത് നമ്മളാണ്. എന്നാലോ അസ്സാബിഖൂന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നവർ നമ്മളായിരിക്കും. ആദ്യമായി മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടുന്നതും ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ന ബൈദ അന്നഹും ഊത്തുൽ കിതാബ മിൻ ഖബ്ലിന, അവർ നമ്മളെക്കാൾ മുമ്പ് കിതാബ് ലഭിച്ചവർ അവരാണ്. പക്ഷെ അതേപോലെ തന്നെ സുമ്മ ഹാദാ യൗമുഹുമുല്ലദീ ഫറളല്ലാഹു അലൈഹിം, ഈ ദിവസം വെള്ളിയാഴ്ച ദിവസം അവർക്കും അള്ളാഹു ഈ ദിവസം ചില കാര്യങ്ങൾ ഫറളാക്കിയിരുന്നു. ഫഖ്തലഫൂ ഫീഹ്, പക്ഷെ അവർ അതിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫഹദാനല്ലാഹു ലഹു, അങ്ങനെ അവസാനം അള്ളാഹു ഈ ദിവസത്തെ അനുഗ്രഹമായി നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നു. ഫന്നാസു ലനാ ഫീഹി തബ, ഈ കാര്യത്തിലും അവർ നമ്മുടെ പിന്നിലാണ്. അത് വെള്ളിയാഴ്ച ആദ്യമാണ്, പിന്നീടാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി വരുന്നത്. ഏതായിരുന്നാലും ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ദിവസമാണ്. ഈ ഉമ്മത്തിന് മാത്രമല്ല, കഴിഞ്ഞ ഉമ്മത്തുകൾക്കും, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിനും അതേപോലെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിനും ഈ ദിവസത്തെ അള്ളാഹു പ്രത്യേകമാക്കി നൽകിയിരുന്നു. അവരതിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. പക്ഷെ നമുക്ക് ആ ദിവസം ഇന്ന് വരെ നമുക്ക് ഒരു വെള്ളിയാഴ്ചയെ വലിയ മഹത്വത്തോടു കൂടി കൊണ്ടു നടക്കാനും അതേ വലിയ മഹത്വം, അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഉമ്മത്തിന് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ ഒരുപാട് ഹദീസുകളിൽ ഇതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു. എല്ലാ മഹത്വത്തെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ഹദീസിൽ പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ച നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, അഥവാ ഒരാഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് യൗമുൽ ജുമുഅയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിക്കും ഈ ഹദീസ് മാത്രം മതി. എല്ലാ ദിവസങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. പ്രവാചകൻ പറഞ്ഞു, ഫീഹി ഖുലിഖല്ലാഹു ആദം, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ഈ വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബി അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹു, ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ഇതേ ദിവസമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പറയുകയുണ്ടായി. ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽപ്പെട്ടതാണ് ഈ ദിവസം വെള്ളിയാഴ്ചയുള്ള ജുമുഅ നമസ്കാരം എന്നത് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കി എന്നുള്ളത്. സൂറത്തുൽ ജുമുഅയിൽ ഇത് നമസ്കാരത്തിൽ നമ്മൾ കേട്ടതുപോലെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിൻ്റെ ദിക്ർ അഥവാ ഖുതുബ കേൾക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നമസ്കരിക്കാനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് എത്രയും പെട്ടെന്ന് വരണം. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തി, കച്ചവടമൊക്കെ നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ പള്ളിയിലേക്ക് നേരത്തെ വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ 2 റക്അത്ത് നമസ്കാരം എന്നുള്ളത് അത് നിർബന്ധമായ നമസ്കാരമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പള്ളിയിലേക്ക് വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നു. നബി തങ്ങൾ പറഞ്ഞു, മനിഖ്തസല യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിക്കുന്നു. വെള്ളിയാഴ്ച ദിവസമുള്ള കുളി എന്ന് പറയുന്നത് അത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാരത് ശക്തമായ സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലോ ഈ കുളി എന്ന് പറയുന്നത്, ആ കുളിയുടെ പരിപൂർണ രൂപം എങ്ങനെയാണ്? നമ്മൾ ജനാബത്ത് കുളിക്കുന്ന അതേ കുളിയുടെ രൂപത്തിലാണ് ഈ കുളി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ വബക്കറ വബ്തക്കർ, പള്ളിയിലേക്ക് നേരത്തെ വന്നു. അതേപോലെ പള്ളിയിലേക്ക് നേരത്തെ വരികയും ഇമാമിൻ്റെ ഖുതുബ കേൾക്കാനും അവൻ സാധിച്ചു. ബക്കറ വബ്തക്കറ രണ്ടും ഏകദേശം സമമായ അർത്ഥമുള്ള വാക്കുകളാണെങ്കിലും അതിനിങ്ങനെ ഒരു വ്യാഖ്യാനം പണ്ഡിതന്മാർ നൽകി. വദന വസ്തമഅ വഅൻസത്, വദന പള്ളിയിലേക്ക് മുമ്പിലേക്ക് ഏറ്റവും അടുത്തേക്ക് അവൻ കയറി നിന്നു. ചില ആളുകൾ നേരത്തെ പള്ളിയിലേക്ക് വരും, പക്ഷേ ഏറ്റവും അവസാനം പിന്നെ ചാരിയിരിക്കുന്ന സ്ഥലത്തൊക്കെ നേരത്തെ പള്ളിയിലേക്ക് വന്ന് ആദ്യത്തെ 2ാമത്തെ സഫും 3ാമത്തെ സഫും ചിലപ്പോൾ ആദ്യത്തെ സഫ് വരെ കാലിയായിരിക്കുന്ന സമയത്ത് പോലും ചില ആളുകൾ എന്ത് ചെയ്യും? ബാക്കിൽ പോയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, വദന അവൻ അടുത്തേക്ക് വന്നു. വസ്തമഅ, ഇമാമിൻ്റെ ഖുതുബയിലേക്ക് വളരെ ശ്രദ്ധിച്ചവൻ കേട്ടു. വൻസത്ത്, അവൻ മിണ്ടാതിരുന്നു. ഇങ്ങനെ ഒരാൾ ചെയ്താൽ കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖുത്തുഹാ അജ്റു സനത്തിൻ സിയാമിഹാ വഖിയാമിഹാ, വലിയ മഹത്വമുള്ള ഒരു കൂലിയാണ് ഇവിടെ നിശ്ചയിച്ചു തന്നത്. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നതിലപ്പുറമുള്ള കൂലിയാണ്. എന്താണ്? അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും, ഓരോ കാലടി പാദങ്ങൾക്കും അവന് കൂലിയുണ്ട്. ഓരോ സ്റ്റെപ്പിനും കൂലിയുണ്ടെന്നാണ്. എങ്ങനെയുള്ള കൂലിയാണ്? അജ്റു സിയാമിഹാ വഖിയാമി, ഒരു വർഷത്തെ കൂലി. എന്താണ് ഒരു വർഷത്തെ കൂലി? അജ്റു സിയാമിഹാ വഖിയാമിഹ, ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത, ഒരു വർഷം മുഴുവനും രാത്രി നിന്ന് നമസ്കരിച്ചതിൻ്റെ കൂലിയുണ്ട് എന്നാണ്. എന്തേ ചെയ്തിട്ടുള്ളൂ? വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കുറച്ച് നേരത്തെ വന്നു. പലപ്പോഴും പള്ളിയിലേക്ക് നേരത്തെ ഒരു വെള്ളിയാഴ്ച നമുക്ക് ആകെ ഒഴിവ് കിട്ടുന്ന ദിവസമാണ്. 11:40 ഖുതുബയെങ്കിൽ ഏറ്റവും അവസാനം ഖുതുബ തുടങ്ങുന്ന പള്ളിയാണ് പല ആളുകളും നോക്കി വെക്കുക. ഏറ്റവും അവസാനം എവിടെയാണ് ഖുതുബ തുടങ്ങുക? അപ്പോൾ 11:40 ചില ആളുകൾ അതിനോട് ഏറ്റവും അടുത്ത സമയം ഒരു 11:15 എണീക്കാം. എണീറ്റ് കുളിച്ച് ഫ്രഷായി ഒരു ഖുതുബ തുടങ്ങിയോ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടൊക്കെയാണ് ചില ആളുകൾ പള്ളിയിലേക്ക് വരിക. ചില ആളുകൾ നിസ്കാരത്തിന് കറക്റ്റ് സമയം നോക്കി പള്ളിയിലേക്ക് എത്തും. ചില ആൾ കയ്യിൽ മുസല്ല പിടിച്ചിട്ട് തന്നെയാണ് വരിക. കയ്യിൽ മുസല്ല പിടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തായാലും പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല, പുറത്ത് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടാണ് ചില ആളുകൾ വരുന്നത്. ഞാനിത് തമാശക്കോ കളിയാക്കാൻ വേണ്ടിയോ പറയല്ല, നമ്മുടെ ഒരു അവസ്ഥയാണ്. ഇത്രയും വലിയ ഒരു കൂലി ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച ഒന്ന് നടന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോ സ്റ്റെപ്പിനും ഒരു വർഷം നോമ്പെടുത്ത, ഒരു വർഷം നിസ്കരിച്ച കൂലി നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തല്ലേ നമ്മൾ ചെയ്യുന്നത് സഹോദരന്മാരെ. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നമ്മളിതിനെ കാണണം എന്നുള്ളതാണ്. ഇനിയോ ചില ആളുകൾ ജുമാ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. പ്രവാസ ലോകത്ത് ഇത് കൂടുതലാണ് എന്നാണ് ഞാൻ ചില സഹോദരന്മാരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. ജുമാ ഒഴിവാക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായി അതിനെതിരെ താക്കീത് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅ, ജുമുഅ ഒഴിവാക്കുന്ന ആളുകൾ അത് അവസാനിപ്പിക്കട്ടെ. ജുമുഅ ഇങ്ങനെ ഒഴിവാക്കുക എന്നുള്ള സ്വഭാവം അവർ അവസാനിപ്പിക്കട്ടെ. കാരണം എന്താ? ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലേക്ക്, അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു സീലിടും, അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു പൂട്ടിയിടും. പിന്നീട് നമസ്കരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾക്കോ
അല്ലെങ്കിൽ ഖുർആനിലേക്കോ ഒന്നും ഒരു സ്വാധീനമില്ലാത്ത രൂപത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന, ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ചില ആസ്വാദനങ്ങളുണ്ട് മനസ്സിന്. ആസ്വാദനങ്ങളൊന്നും ലഭിക്കാത്ത രൂപത്തിൽ അവൻ്റെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു സീലിട്ട് വെക്കും. അവൻ്റെ ഹൃദയം അള്ളാഹു മൂടും. ഒരു ഗൗരവമുള്ള വിഷയമാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ ജുമുഅത സലാസ മർറാത്തി തഹാവുനം ബിഹാ. 3 ജുമുഅകൾ ഒരാൾ അതിനോടുള്ള അലക്ഷ്യമായിക്കൊണ്ട്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരാൾ 3 ജുമുഅകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തബഅ അല്ലാഹു അലാ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു സീലിടും. മറ്റൊരു ഹദീത്തിൽ പറഞ്ഞു, ഫഹുവ മുനാഫിഖ്, അവൻ മുനാഫിഖാണ്, അവൻ കപട വിശ്വാസിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ റൂമിലൊക്കെ, നമ്മുടെ പരിചയത്തിലോ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ ജുമുഅയിലേക്ക് വെള്ളിയാഴ്ച ദിവസം ജുമുഅയിലേക്ക് പള്ളിയിലേക്ക് വരാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കണം. നിഫാഖ്, മുനാഫിഖാകാൻ സാധ്യതകൾ, അല്ലെങ്കിൽ നമ്മുടെ നിഫാഖിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണത് എന്നവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ജുമുഅയിലേക്ക് പള്ളിയിലേക്ക് വരാതിരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ സഹോദരന്മാരെ, വെള്ളിയാഴ്ചയിലേക്ക് ചേർത്തുകൊണ്ട് ചില സുന്നത്തുകൾ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ മനിഖ്തസല യൗമൽ ജുമുഅ, ഒരു ഹദീസിൽ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, ഗുസ്ല യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയുടെ കുളി എന്നുള്ളത് പ്രായപൂർത്തിയായ ഓരോരുത്തരും നിർബന്ധമാണെന്ന് മറ്റു ഹദീസിൽ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടോ ഇവിടെ പ്രവാചകൻ പറഞ്ഞു, കുളിച്ചു. വതതഹറ ബിമസ്തതാഅ മിൻ തുഹ്റിൻ, പിന്നെ അവന് ശുദ്ധി വരുത്താവുന്ന ഭാഗങ്ങളൊക്കെ ശുദ്ധി വരുത്തി. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഗുഹ്യ ഭാഗത്തുള്ള രോമവും, അതേപോലെ തന്നെ രോമങ്ങൾ ക്ലീനാക്കേണ്ട ഭാഗവും, അതേപോലെ മീശ വെട്ടി ചെറുതാക്കുക, ഇങ്ങനെ തുടങ്ങിയ അവന് ശുദ്ധി വരുത്താവുന്ന ഭാഗങ്ങൾ, നഖങ്ങൾ വെട്ടുക, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവൻ ശ്രദ്ധിച്ചു. സുമ്മദ്ദഹൻ, പിന്നെ തലയിലേക്ക് എണ്ണ തേച്ചു. ഔ മസ്സമിൻ തീബിൻ, അല്ലെങ്കിൽ ഒരു നല്ല സുഗന്ധം അവൻ പൂശി. അവിടെ ഈ സുഗന്ധവുമായി ബന്ധപ്പെട്ട് 3 ഹദീസുകൾ നമുക്ക് കാണാം. ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, മിൻ തീബി നഫ്സിഹി, അവൻ്റെ സ്വന്തം അത്തർ അവൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഖുതുബയിൽ കേട്ടതുപോലെ മിൻ തീബി ഇംറഅത്തിഹി, അവൻ്റെ ഭാര്യയുടെ അത്തർ അല്ലെങ്കിൽ സുഗന്ധം അവൻ ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം സുന്നത്തായി പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്തായത് സ്വന്തം സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താണ്. സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്ത് തന്നെയാണ്, പക്ഷേ പ്രത്യേകം സുന്നത്താണ് എന്ത്? സ്വന്തം സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ചെറിയ പൈസയെങ്കിലും ചെലവാക്കി നല്ല ഒരു സുഗന്ധം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സുഗന്ധം നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്താണ്. അത് സുന്നത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അവൻ സുഗന്ധം ഉപയോഗിച്ചു. സുമ്മ റാഹ, പിന്നീട് അവൻ പള്ളിയിലേക്ക് പോയി. ഫലം യുഫർരിഖ് ബൈന ഇസ്നൈൻ, പള്ളിയിലേക്ക് കടന്നു വന്നു. അവന് ഏറ്റവും എളുപ്പത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഭാഗം ഏതാണ്? അവിടെ ഇരുന്നു. ആളുകൾക്കിടയിൽ വിടവുണ്ടാക്കി ഏറ്റവും മുമ്പിൽ കുറച്ച് സ്ഥലം കാണുന്നുണ്ട്, പക്ഷേ അവിടെ ആളുകളെ ഉപദ്രവിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കിയിട്ട് വേണം വരാൻ. അപ്പോൾ അവിടെ അവൻ എവിടെയാണോ എത്തുന്നത് അവിടെയാണ് അവൻ ഇരിക്കേണ്ടത്. 2 ആളുകൾക്കിടയിൽ വിടവുണ്ടാക്കി അവൻ കടന്നു വന്നില്ല. ഫസല്ലാമ കുത്തിബലഹു, അവന് കഴിയുന്നത്ര അവൻ നമസ്കരിച്ചു. അപ്പോൾ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അത് എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്? ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. അവിടെ നമുക്ക് കാണാൻ കഴിയും എത്രയും നിസ്കരിക്കാമെന്നാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ 6 റക്അത്തും 8 റക്അത്തും 12 റക്അത്ത് വരെ നിസ്കരിച്ച സ്വഹാബികളുണ്ട് എന്ന് ചില അസറുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്ര റക്അത്തും നിസ്കരിക്കാം, ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്. പല കാരണങ്ങൾ, പള്ളിയിലേക്ക് വന്ന് നിസ്കാരം നിസ്കരിക്കുക, അതേപോലെ തന്നെ ഉദൂഇൻ്റെ നിസ്കാരം നിസ്കരിക്കുക, വെറുതെ സുന്നത്ത് നിസ്കാരങ്ങൾ, അങ്ങനെ എത്രയും നിസ്കരിക്കാം. ഈ ഹദീസിൽ കൃത്യമായൊരു എണ്ണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാ കുത്തിബലോ, അവന് നിശ്ചയിക്കപ്പെട്ടത്രയും അവൻ നിസ്കരിച്ചു. സുമ്മ ഇദാ ഖറജൽ ഇമാം, അങ്ങനെ ഖതീബ് വന്നു കഴിഞ്ഞാൽ അൻസത, ഖതീബിൻ്റെ ഖുതുബയിലേക്ക് അവൻ ശ്രദ്ധിച്ചു കേട്ടു. ഖുതുബ അവൻ ശ്രദ്ധിച്ചു കേട്ടു. ഗുഫിറ ലഹു, ഇവിടെയാണ് അടുത്ത കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്നത്. വെള്ളിയാഴ്ച നേരത്തെ ഒരു കൂലി നമുക്ക് അത് ശ്രദ്ധിച്ച ആളുകൾക്ക് ലഭിക്കും. ഓരോ സ്റ്റെപ്പിനും ഒരു വർഷത്തെ നമസ്കാരത്തിൻ്റെയും അതേപോലെ പിന്നെ നോമ്പിൻ്റെയും കൂലി. ഇവിടെ 2ാമത്തെ കൂലി പ്രവാചകൻ പറയാണ്, ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തിൽ ഉഖറ. ഇത്രയും കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചാൽ, ആലോചിച്ച് നോക്കി, ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണുള്ളത്? വെള്ളിയാഴ്ച കുളിക്കുക, അതേപോലെ ശുദ്ധി വരുത്തുക, അതേപോലെ സുഗന്ധം ഉപയോഗിക്കുക, പള്ളിയിലേക്ക് വരിക, വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അടുത്ത സ്ഥലത്ത് നമ്മൾ ഇരിക്കുക, പിന്നെയോ ഖതീബ് വന്നു കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കരിച്ച് ഖതീബിൻ്റെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക.
6 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഹത്വമാണ് ഈ ഹദീസിൽ പറയുന്നത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം വസിയാദത്തു സലാസത്തി അയ്യാം എന്നും കാണാം. 3 ദിവസം അള്ളാഹു അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. 7+3 അഥവാ 10 ദിവസത്തെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്ന് ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. വെള്ളിയാഴ്ച എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ഒഴിവ് ദിവസം മാത്രമല്ല, വെറും നമുക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള ദിവസം മാത്രമല്ല, അത് ഇങ്ങനെ ഒരുപാട് കൂലി നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ദിവസമാണ് എന്ന് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ആ വിഷയത്തെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശ്രദ്ധേയമായ ഹദീസ് നമുക്കറിയാം. അനാവശ്യമായി പള്ളിയിലേക്ക് വരുന്നതിൽ നമ്മൾ വൈകിപ്പിക്കരുത്. നേരത്തെ പള്ളിയിൽ വന്നിട്ട് ഇപ്പം എന്താ നമ്മൾ ചിന്തിക്കരുത്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, പള്ളിയിലേക്ക് വരാൻ വ്യത്യസ്തമായ സമയങ്ങളുണ്ട്. ആദ്യ ഭാഗത്തൊരാൾ പള്ളിയിലേക്ക് വന്നാൽ എന്താണ്, അവൻ ഫകഅന്നമാ ഖറബ ബദന, ഒരു ഒട്ടകത്തെ അറുത്തു കൊടുത്ത കൂലി അവനുണ്ട്. അത് ആദ്യം പള്ളിയിലേക്ക് വരാന്നുള്ള ആദ്യ സമയമുണ്ട്. ആ സമയത്ത് വന്നാൽ അവർക്ക് ഒട്ടകത്തെ അറുത്തു കൊടുത്ത കൂലിയുണ്ട്. ഒമൻ റാഹ ഫിസ്സാഅത്തി സാനിയ ഫകഅന്നമാ ഖറബ ബഖറ, രണ്ടാമത്തെ ഒരു സമയമുണ്ട്. ആ സമയത്ത് വന്നാൽ ഒരു പശുവിനെ അറുത്തു കൊടുത്ത കൂലിയുണ്ട്. ഒമൻ റാഹ ഫിസ്സാഅത്തി സാലിസ ഫകഅന്നമാ ഖറബ കബ്ശ, മൂന്നാമത്തെ സമയമുണ്ട്. അവിടെ വന്നാൽ ഒരു ആട് അറുത്തു കൊടുത്ത കൂലി അവർക്കുണ്ട്. പിന്നീട് പറഞ്ഞൊരു കോഴി അറുത്ത കൂലിയുണ്ട്. അതേപോലെ തന്നെ അവസാനം പറഞ്ഞു ഫകഅന്നമാ ഖറബ ബൈള, ഒരു മുട്ട, അത് ഹദിയയായി കൊടുത്ത കൂലിയടക്കം അവനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ 5 സമയങ്ങളിൽ വരുന്ന ആളുകൾക്കൊക്കെ ഈ കൂലികൾ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. എന്നാലോ ഫൈദാ ഖറജൽ ഇമാമു ഹളറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ർ, അങ്ങനെ ഇമാമു വന്നു കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ ആ ഖുതുബകൾ കേൾക്കാൻ വേണ്ടി മലക്കുകൾ ആ മജ്ലിസിൽ വന്നിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ വന്നിരിക്കും. അവരുടെ രേഖ അവർ പൂട്ടിവെക്കും. അപ്പോൾ അന്നത്തെ ജുമാ നിസ്കാരം ലഭിച്ചാൽ ആ നിസ്കാരം അവന് കിട്ടി. പക്ഷേ ആ ഒരു പരിപൂർണമായ കൂലി അവന് ലഭിക്കുമോ എന്ന വിഷയത്തിൽ ഈ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ സംശയം രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് കഴിയുന്നത്രയും പെട്ടെന്ന്, ഇപ്പോൾ 11 മണി വരെ കിടന്നുറങ്ങണം നിർബന്ധമൊന്നുമില്ലല്ലോ, നമ്മളൊരു കൃത്യമായൊരു സമയം നിശ്ചയിക്കുക. വെള്ളിയാഴ്ച വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് ഖുതുബയിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, അത് മഗ്‌രിബിന് മുമ്പ് ഏതെങ്കിലും സമയത്ത് നമുക്ക് പാരായണം ചെയ്ത് തീർത്താൽ മതി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന സ്വലാത്ത അലയ്യ, ആ ദിവസം നിങ്ങൾ, വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെള്ളിയാഴ്ച ചെയ്യാനുണ്ട്. അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുതേ എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ഇമാം ഖുതുബ നടത്തുന്ന സമയത്ത് വമൻ ഹസ്സൽ ഹസ വമൻ മസ്സൽ ഹസ, താഴെ കല്ലുകളുണ്ട്. സഹാബികളുടെ പള്ളി നമുക്കറിയാം, നബി തങ്ങളുടെ പള്ളി നിലത്ത് മണലായിരുന്നു. അപ്പോൾ ആ മണൽ ആരെങ്കിലും കല്ലുകൾ തൊടുകയോ കല്ലുകൾ കൊണ്ട് കളിക്കുകയോ ചെയ്താൽ ഫഖദ് ലഗ, അവൻ്റെ ജുമുഅ അല്ലെങ്കിൽ ആ ഖുതുബ, ആ ജുമുഅ എന്നുള്ളത് ബാത്തിലായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെങ്കിൽ അവൻ്റെ ആ ഖുതുബയിൽ ആ പറഞ്ഞ കൂലികളൊന്നും അവന് ലഭിക്കുകയില്ല, അത് അവന് നഷ്ടപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഏതുവരെ പ്രവാചകൻ പറഞ്ഞു, ഒരാൾ സംസാരിക്കുന്നത് കണ്ട് അൻസിത്, നീ സംസാരിക്കരുത് എന്നുവരെ പറയണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഏത് രൂപത്തിലുള്ള സംസാരവും അനുവദനീയമല്ല. ഏതുപോലെ ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു, അവിടെ യർഹമുക്കല്ലാ എന്നുവരെ പറയേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അൽഹംദുലില്ലാ എന്നുള്ളത് നമ്മൾ സ്വന്തം നമസ്കാരത്തിൽ എന്ന പോലെ നമുക്ക് പറയാൻ അനുവദനീയമാണ്. പക്ഷേ യർഹമുക്കല്ലാ എന്താണ്, അത് മറ്റൊരാളോടുള്ള സംസാരമാണ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. അതുപോലും ജുമയുടെ ഖുതുബ നടക്കുന്ന സമയത്ത് പാടില്ല, നമസ്കാരത്തിൽ പാടില്ലാത്തതുപോലെ ഖുതുബ നടക്കുന്ന സമയത്ത് പാടില്ല എന്നാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നു, മൊബൈൽ കൊണ്ട് കളിക്കുക,
മൊബൈലിൽ എന്തെങ്കിലും അത്യാവശ്യം മെസ്സേജ് വന്നു, ആ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുക ഖുത്തുബ നടക്കുന്ന സമയത്ത്, അത് പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുക ഖുത്തുബ നടക്കുന്ന സമയത്ത്, പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ വല സിവാക്ക്, അതേപോലെ മിസ്വാക്ക് എടുത്ത് പല്ല് തേക്കുക, അത് പാടില്ലാത്തതാണ്. വലൽ കലം, പേന കൊണ്ട് കളിക്കുക. അപ്പോൾ ചില ആളുകൾ ഖുത്തുബ നടക്കും ഇങ്ങനെ കുറേ പണികൾ ഇങ്ങനെ ചെയ്യും. പേന കൊണ്ട് കളിക്കുക, കുട്ടികളോട് കളിക്കുക, തൊപ്പി കൊണ്ട് കളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഖുത്തുബയെ അല്ലെങ്കിൽ നമ്മുടെ ജുമഅയെ ബാധിക്കുന്നതാണ്, ജുമഅയുടെ പരിപൂർണതയെ ബാധിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും അതിൻ്റെ കൂലിയൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഈ ജുമഅയെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ ചില സുന്നത്തുകൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതിലെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളാണ്. വെള്ളിയാഴ്ച വസ്ത്രം ധരിക്കുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, അത് വെള്ള വസ്ത്രമാക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ജുമഅയിലേക്ക് നേരത്തെ പള്ളിയിലേക്ക് കടന്നു വരിക, അതേപോലെ സുന്നത്ത് നമസ്കരിക്കുക, പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകൾ ഞാൻ സൂചിപ്പിച്ചു, ആ മര്യാദകൾ നാം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം, നമ്മളിവിടെ പള്ളിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സൂറത്തുൽ കഹ്ഫ് നമുക്ക് പാരായണം ചെയ്ത് അരമണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂർ നമുക്ക് സൂറത്തുൽ കഹ്ഫ് ഓതി തീർക്കാം. അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അതേപോലെ വെള്ളിയാഴ്ച നാം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ വെള്ളിയാഴ്ചയിലെ ഒരു പ്രത്യേകമായ സമയം, അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അത് 2 സമയങ്ങളാണ്. ഒന്ന്, മിമ്പറിലേക്ക് ഖത്തീബ് കയറിയത് മുതൽ ഖത്തീബിൻ്റെ നമസ്കാരം കഴിയുന്നതുവരെയുള്ള സമയം ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്താണ് ആ സമയത്തിൻ്റെ പ്രത്യേകത? ആ സമയത്ത് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്നുള്ളത്. ഇജാബത്ത്, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സമയമാണ്. അപ്പോൾ ഖത്തീബ് മിമ്പറിലേക്ക് കയറി ഖത്തീബ് ഖുതുബയിൽ നടത്തുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾക്ക് നാം ആമീൻ പറയുക അതിൻ്റെ ഭാഗമാണ്. അതേപോലെ 2 ഖുതുബകൾക്കിടയിൽ ഖത്തീബ് ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗ്ഫിർലി പോലെയുള്ള അല്ലാഹുമ്മ അർഹംനി, അങ്ങനെ തുടങ്ങിയ പ്രാർത്ഥനകൾ ആ ചെറിയ സമയം നാം ഉപയോഗപ്പെടുത്തുക. അത് കഴിഞ്ഞ് ഖത്തീബിൻ്റെ നമസ്കാരം, ആ നമസ്കാരത്തിലെ സുജൂദുകളും അല്ലെ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട് 2 സുജൂദുകൾക്കിടയിലൊക്കെ, ആ സമയവും ഈ ഒരു നിയത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. 2ാമത്തെ സമയം ഏതാണ്? അത് അസ്ർ നമസ്കാരത്തിന് ശേഷം മഗ്രിബിനിടയിലുള്ള സമയം. ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യുവാഫിഖുഹു റജുലുൻ മുസ്ലിം, മുസ്ലിമായ മനുഷ്യൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഉത്തരം ചെയ്യുമെന്നുള്ളതാണ്. അത് നമ്മൾ എവിടെയാണെങ്കിലും, അത് പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കണം എന്നില്ല. നമ്മൾ ഫാമിലിയായിട്ട് പുറത്തു പോയിട്ടുണ്ട്, ആ സമയം നമുക്ക് ഓർമ്മയായി കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കണം നിർബന്ധമൊന്നുമില്ല. എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമുക്ക് ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താം. വെള്ളിയാഴ്ചയുടെ അള്ളാഹു നമുക്ക് നൽകിയ നിധികളിൽ, അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. അതും നാം ഉപയോഗപ്പെടുത്തുക. ഏതായാലും വെള്ളിയാഴ്ച എന്ന അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹമാക്കപ്പെട്ട ദിവസത്തെ നാം ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين.